ഇന്ന് ഞാനിവിടെ ഒരു അക്രലിക് പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. റോൾ ക്യാൻവാസിൽ അക്രലിക് ഉപയോഗിച്ച് ഒരു പെയിൻറ്റിങ്. അത് പിങ്കിൻ്റെ ഷെയ്ഡുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പിങ്ക്, മജന്ത, ദെൻ ക്രിംസൺ, ബ്ലാക്ക്, ഇത്രയും കളേഴ്സ് മാത്രം ഉപയോഗിച്ച് ഒരു പെയിൻറ്റിങ്. അക്രലിക് പെയിൻറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം. ആദ്യം പർപ്പിളിനെ കൊണ്ട് ചെയ്യാൻ തുടങ്ങി. ഓരോ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും പഠനമാണ് നടക്കുന്നത്. ഓരോ പെയിൻറ്റിങ്ങിൽ ഒരു പഠനാനുഭവം എന്ന് പറയാം. അതുപോലെ തന്നെ ഓരോ മിസ്റ്റേക്സും നമുക്ക് പഠിക്കാനുള്ള ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. അക്രലിക് പെയിൻറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം അതാണ്. എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാലും പേടിക്കാനുള്ളതില്ല. നമുക്കതിൻ്റെ മേലെ പിന്നെ വേറെ കളേഴ്സ് വെച്ച് ശരിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നുള്ള ഒരു ഗുണവും കൂടിയുണ്ട്. ഓയിൽ പെയിൻറ്റിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സുഖം തന്നെയാണ്. പക്ഷേ ഓയിൽ പെയിൻറ്റ് ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് പാടാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങിക്കോളും. അതുകൊണ്ട് തന്നെയാവാം എനിക്കിതിനോടൊരു വല്ലാത്ത ഇഷ്ടമാണ്. ചെയ്യാനൊരു വല്ലാത്ത സുഖമുള്ളതാണ്. പിന്നെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ എപ്പോഴും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അക്രലിക് നമുക്ക് പാലറ്റ്, നൈഫ് ഉപയോഗിക്കാം, സ്പോഞ്ച് ഉപയോഗിക്കാം. അതുപോലെ ടെക്സ്ചർ കിട്ടാനായി നമുക്ക് ഇതിലേക്ക് സാൻഡോ അല്ലെങ്കിൽ റൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചെയ്താലും നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും പെയിൻറ്റിങ്ങിൽ. പിങ്കിൻ്റെ ഷെയ്ഡുകൾ മാറി മാറി ചെയ്യുകയാണ്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവൾക്ക് പിങ്ക്, മജന്ത, ലാവൻഡർ ലൈക്ക് ദാറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ കളറിലുള്ള ഒരു പെയിൻറ്റിങ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് ഇഷ്ടപ്പെടുമോ ആവോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ കിട്ടണമെന്നില്ല. വരയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതായിരിക്കില്ല ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അതിനിടയിൽ മിസ്റ്റേക്സ് ഉണ്ടായാലും നമുക്ക് മാറ്റി ചെയ്യാം. ഞാൻ ക്യാൻവാസിൽ ആദ്യം തന്നെ പെൻസിൽ കൊണ്ട് സ്കെച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ സമയത്തും ഞാനങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ പെയിൻറ്റിങ്ങിൽ ഫസ്റ്റ് കോട്ട് ഏതെങ്കിലും ഒരു കളർ വെച്ച് ചെയ്ത് അതിന് മുകളിലേക്ക് ഫിഗേഴ്സ് ചെയ്യുകയാണ് പതിവ്. ഇന്നെന്തോ ഇങ്ങനെ ചെയ്യണം തോന്നി. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പോഞ്ചൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാം. ഞാനിതിൽ പാലറ്റ് നൈഫിനുകൊണ്ട് ഒരു ചെറിയ പരീക്ഷണം നടത്തുന്നുണ്ട്.
പെയിൻറ്റിങ് ഏകദേശം പൂർത്തിയാവാറായി. എല്ലാവരും ഇവിടെ വെച്ച് നിർത്തുമെങ്കിലും എനിക്ക് എൻ്റെ ബ്ലാക്ക് ഒന്ന് ടച്ച് ചെയ്യാണ്ടൊരു സമാധാനം ഉണ്ടാവില്ല. എൻ്റെ എല്ലാ പെയിൻറ്റിങ്ങിലും ബ്ലാക്കിൻ്റെ ഒരു ടച്ചിങ്ങെങ്കിലും ഉണ്ടാവും. ലാസ്റ്റ് ബ്ലാക്ക് വെച്ചൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. Okay, thank you.